എടാ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോ ഫുഡ് നിങ്ങൾ എത്തിയോ? ഓ താങ്ക് യു. ഇതെന്റെ ഫ്രണ്ടോ? ഹലോ. അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആ ഇതെന്റെ മകൻ റോഷൻ, UK മെഡിസിന് പഠിക്കുന്നു. ഓ ഹായ് റോഷൻ. ഹലോ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇവിടെ പഠിക്കുവാണല്ലേ? ആ എഞ്ചിനീയറിംഗ്. ഓ ഞാനും. ആ നൈസ്. വാ 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 എല്ലാരും വാ. ഇറ്റ്സ് ടൈം ഫോർ പാർട്ടി. കം കം കം. വാ. നീ എന്താ അവളോടൊന്നും മിണ്ടാത്തത്? നീ എൻ്റെ കൂടെ തിന്നാൻ വന്നല്ലേ? ബാ ഇപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കും. ഓഹോ നമുക്ക് അവിടെ ഇരിക്കാം ചാൽ. ഐ തിങ്ക് ചിക്കൻ ഈസ് സ്പൈസി. അത്രയ്ക്കൊന്നുമില്ല. ഓ സോറി നീ പിന്നെ ഇരുവിൻ്റെ ആളാണല്ലോ, എനിക്കൊന്നും പ്രശ്നമേ ഇല്ല. ചേട്ടാ കേക്ക് ഉണ്ടാ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. കണ്ടുകൊണ്ടിരുന്ന പിന്നെ കഴിക്കേണ്ടി വരും. നീ ചിക്കൻ കഴിച്ചാ? കുറച്ചരിവുണ്ട്. എന്ത് ഡാ സത്യം പറ, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ആണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇനി ഇത് അമ്മാരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നൊരു കള്ളം പറഞ്ഞ. ശരിക്കും ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുന്നുള്ളൂ. ഇല്ലളിയാ, ഞാനായിട്ട് ആരോടും പറയാൻ പോലുള്ള. കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മളോടൊന്നും പറയാതെ ഇവനെ ഒളിപ്പിച്ചോണ്ട് നടന്നല്ലേ? സംഗതി കാണിച്ച് ചറ്റത്തരാണെങ്കിലും നമ്മളെ കൂടെ ഉള്ളപ്പോ ഇവനൊരു ഊളിയാണെന്ന് അവള് വിചാരിക്കണ്ട. അതെ അല്ലേ? അല്ല അല്ല അവനെ കാണാൻ എങ്ങനെയാ? അവനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, അവൻ്റെ കയ്യിലേ തൈക്കോണ്ടോ അല്ലെങ്കിൽ കുങ്ഫു അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ കയ്യിലുണ്ട്. കോണ്ടോ? തൈക്കോണ്ടോ, ഇടി, ഇതൊന്നും അറിയില്ലല്ലേ? അത്ര ഉള്ള നീങ്ങ ഒന്ന്. അതെ, നമ്മൾ 4 പേരും അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ച് പുറത്തിട്ട് 3 അങ്ങ് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ എല്ലാ രസമായിരിക്കും. എടാ അവൻ 5-6 പേരടിച്ച് പരിപ്പാക്കിയതാണ്. നീ കണ്ടാണോ? അല്ല നല്ല പേടിയാണ്. അങ്ങനെയാണെ വേണ്ട, വേറെ പ്ലാൻ ചെയ്യാം. മാറ്റിപ്പിടിക്കാം. ആ പണിയുണ്ട്. ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുതരാം. കിട്ടും, പിന്നെ കിട്ടും. രാത്രിയല്ലേ? അപ്പൊ അവനെ പിടയ്ക്കാം. അളിയ നീ കൂടെ നിൽക്കുവോ? നിക്കും. എടാ ഇവൻ അവനെ തട്ടിയ നീ പുറകിൽ നിന്ന് കത്രയെ പോട്ടിടണം. എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് പറിച്ചേക്കണം. സോറി. അവൻ നമ്മളെ തിരിച്ചടിച്ചാലോ? ഇടി തുടങ്ങിയ പിന്നെ അവന് ഇടി കൊള്ളാനല്ലാതെ തിരിച്ചിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല. അതെ ഞാൻ ഇപ്പൊ വരാം. നീ ഇവിടെ ഇരിക്കും. ഓക്സിജൻ എടുക്കാനായിരിക്കും. ഇത് കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. അതെ എന്തൊരു പ്രശ്നം? ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ കത്രിക എങ്ങനെ ഇങ്ങനെ പിടി. അതങ്ങനെ ശരിയാവുക? ഞങ്ങൾ സോറി പറയാ നീ ഞങ്ങളോട്. ഞാനിന്ന് എന്റെ വേട്ടവളിയും വരെ തല്ലുന്നോടാ. സ്മോക്ക് ചെയ്യുന്നെന്ന് അറിയാൻ പാടില്ലേ? രാജേഷേ
ಓಯ್ ಆ ಸಸ್ಪೆಕ್ಟ್ ಅಲ್ಲ ಅವನ ಲಾಕಪ್ ಅಲ್ಲಾಕ ಆ ಕೊಡಿ ಎಲ್ಲ ಸತ್ಯ ಬರುತ್ತೆ ನನ್ನ ಮಗನಿಗೆ. ಕಾನ್ಸ್ಟೇಬಲ್ ಒಂದು ಟೀ ತಗೊಂಬ. ನಿಮ್ಮ ಕೇಸ್ ಇಷ್ಟರಲ್ಲಿರಲಿ. അളിയ ആ സി ഐ ആജിമസ്താനെ ഒറ്റയടിക്ക് മൂത്രം ഒഴിപ്പിച്ചതാ. 3-ാം ദിവസം അയാൾക്ക് മൂത്രം പോകാതെ ICU കിടന്ന് മടിയായെന്ന് അറിഞ്ഞത്. മൂത്രമൊഴിക്കാൻ എടുക്കേണ്ടി വരും തോന്നുന്നില്ല എനിക്ക്. ಏನು ಅನ್ಕೊಂಡಿದ್ರ ಆಚೆ ತರ ಬಂದೆ. ಓ ಇವ್ರದು. ಸರ್ ಇವರು ಮಲಯಾಳಿಗಳು ಸರ್. ಓ ಮಲಯಾಳಿ ಏನಲ್ಲ തിന്നിದ್ದೆಲ್ಲ എല്ലിൻ്റെ ഇടയിൽ കയറിത്താ. അല്ല സർ, அந்த செகண்ட் அடிச்சு போட்டு போதங்கெடுத்து இந்த பெண்ணை ரேப் செய்யல നിങ്ങളുടെ പ്ലാൻ. ലോഫർ നമ്മുടെ മക്കളാ. നീനാ ഈ സംഘത്തലവൻ? ഞാനല്ല. പിന്നാറാ? ഇല്ല സർ, ഞങ്ങൾക്ക് തലവനില്ല സർ. അതെയാക്കെ ഞങ്ങൾക്ക് സംഘമില്ല സർ. ಏನೋ ಇದು? ಇದು ಪಲ್ಲಲ್ವಾ? ನಿನಗದಡಕಡ ಪಲ್ಲು. അതവന്റെ 33-ാമത്തെ പല്ല സർ. ಏಯ್ ಸರ್ ಹಾ ಅವರೆನ್ನೇ ಹೊಡೆದ್ರು. ಅದಕ್ಕಾಗಿ ಏನು ಮಾಡಲಿ? ಓ ನಿನಗೇನಾ ಇವ್ರು ಹೊಡೆದಿತ್ತು? ಕಂಪ್ಲೇಂಟ್ ಹೊಡೆದಿತ್ತು ನಂಬಿದ್ದಿ. ಬಾಕಿ ನಾನು ನೋಕಿಕೊಳ್ಳೋ. അല്ല സാറേ, ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. ಹಾಂ ഇവളുടെ ഫ്രണ്ട്സാ. ഈ ನನ್ನ ಮಕ್ಕಳ? അതെ സാർ, ഒരു അബദ്ധം പറ്റിയതാ. സാറ് വെറുതെ വിടണം. ಕಾನ್ಸ್ಟೇಬಲ್ ಅವ್ರು ಹೋಗ್ಲಿ ಬಿಡಪ್ಪ, ಕಳಿಸ್ಬಿಡು. ಹೋಗ್ಯ ಎಲ್ಲಿಂದಲ್ಲ ಬರ್ತಾರೆ ನನ್ನ ಮಕ್ಕಳು. നിക്ക്, പുറത്തെൻ്റെ കാറ് കിടപ്പുണ്ട്. ಕಾನ್ಸ್ಟೇಬಲ್ പോയി കേറ്. ನಿಮಗೆಲ್ಲ ಒಂದು ಕೆಲಸ ಮಾಡಿದ್ರೆ എന്നെ തല്ലിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? സീനൊക്കെ അത് മര്യാദക്ക് വണ്ടി കയറും. ಹೋಗ್ಯ ನೆಕ್ಸ್ಟ್ ಕೇಸ್ ಯಾವುದು?